നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ ഭാഷ പഠിക്കാറുണ്ടല്ലേ? അതിനുശേഷം നമ്മൾ മുതിർന്നു കഴിയുമ്പോൾ നമ്മൾ പല പല ജോലികളിലൊക്കെ എക്സ്പേർട്സ് ആകും. അങ്ങനെ നമ്മൾ ഓരോരുത്തരും പല പല ജോലികളൊക്കെ ആയിരിക്കും ചെയ്യാം. പക്ഷേ നമ്മൾ ഈ ഭാഷ ഉപയോഗിച്ചായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ അപ്പോൾ നമ്മളിത് ശ്രദ്ധിക്കാറുണ്ടാവില്ല, നമ്മൾ ഈ ഭാഷ ഉപയോഗിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന്. അതേപോലെയാണ് നമ്മൾ ജീവിക്കുന്ന പ്രദേശത്തിൻ്റെ ജോഗ്രഫി. ആ ജോഗ്രഫി നമ്മുടെ സംസ്കാരത്തെയും ഭാഷയെയൊക്കെ രൂപപ്പെടുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇപ്പം നമ്മളത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ഇപ്പം നമുക്കറിയാം, മനുഷ്യർ ഒരു സ്പീഷ്യസ് എന്ന രീതിയിൽ ആഫ്രിക്കയിൽ രൂപപ്പെട്ടു. കുറേ വർഷങ്ങൾ നമ്മൾ ആഫ്രിക്കയിൽ തന്നെയാണ് ജീവിച്ചത്. പിന്നീട് നമ്മൾ മറ്റ് ഭൂഖണ്ഡങ്ങളിലേക്കൊക്കെ പതിയെ പതിയെ മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലായിരിക്കും ഇന്ത്യയിലും അതുപോലെ നമ്മളിപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ പോപ്പുലേഷൻസ് എത്തിയിട്ടുണ്ടാവുക. അങ്ങനെ എത്തിയ ഈ ഒരു പോപ്പുലേഷൻ്റെ സംസ്കാര രൂപീകരണത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടാവുക ഈ ഒരു റീജിയൻ്റെ ജോഗ്രഫിയാണ്. ഈ ഒരു റീജിയൻ നോക്കിക്കഴിഞ്ഞാൽ, അതായത് നമ്മുടെ കേരളത്തിൻ്റെ റീജിയൻ നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ജോഗ്രഫിക്കൽ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റേൺ ഗട്ട്സ് ആണ്. സോ ഈ വെസ്റ്റേൺ ഗട്ട്സ് ആണ് നമ്മുടെ ഒട്ടുമിക്ക കാര്യങ്ങളെയും ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം, സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്സ് അറേബ്യൻ സീയിൽ നിന്ന് നമ്മുടെ ഈ പ്രദേശത്തേക്ക് അടിക്കുമ്പോൾ അത് ഈ വെസ്റ്റേൺ ഗട്ട്സിൽ തട്ടി വലിയ മഴയായിട്ട് നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ഉയർന്ന മഴ ലഭിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ കേരളം. അപ്പോൾ ഇതിൻ്റെ റിഫ്ലക്ഷൻ നമ്മുടെ വെജിറ്റേഷനിലും നമ്മുടെ അഗ്രികൾച്ചറിലൊക്കെ കാണാൻ സാധിക്കും. അത് നമുക്കറിയാം, നമുക്കിവിടെ മഴക്കാടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഹിൽ സ്റ്റേഷനിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് മഴക്കാടുകളാണ്. ഇപ്പോൾ നമ്മൾ മൂന്നാർ പോകുമ്പോഴും അല്ലെങ്കിൽ വയനാട്ടിലേക്ക് പോകുമ്പോഴും പൊന്മുടിയിലേക്ക് പോകുമ്പോഴൊക്കെ നമുക്ക് ആ ചുരം കയറുന്ന സമയത്ത് നമുക്ക് ആദ്യം മഴക്കാടുകൾ കാണാൻ സാധിക്കും. ഓക്കെ, വളരെ ഉയർന്ന മഴയുള്ള പ്രദേശങ്ങളായതുകൊണ്ടാണ് നമ്മളങ്ങനെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള പല പല ക്രോപ്സ്, ഇതെല്ലാം തന്നെ ഒരുപാട് വെള്ളം വേണ്ട ക്രോപ്സാണ്. റൈസ് ആയിക്കോട്ടെ, അതുപോലെ ടീ, കോഫി, പലതരം സ്പൈസസ്, റബ്ബർ, ഇതൊക്കെ വെള്ളം വേണ്ട തരം ക്രോപ്സാണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ ഒരുപാട് നദികളുണ്ട് അല്ലേ? 44 നദികളുണ്ടെന്നാണ് നമുക്കറിയാവുന്നത്. അപ്പോൾ ഈ ഇത്രയധികം നദികളുണ്ടാകാനുള്ള കാരണവും വെസ്റ്റേൺ ഗട്ട്സുമായിട്ട് കണക്റ്റഡ് ആണ്. ഒന്ന്, ഒരുപാട് മഴയുണ്ട്. 2, വെസ്റ്റേൺ ഗട്ട്സ് അറേബ്യൻ സീയോട് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ നദികളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഒഴുകി കടലിലേക്ക് പോയി പതിക്കുകയാണ്. ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിച്ചേർന്ന് വലിയ നദീതടങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു വലിയ സ്കോപ്പ് ഇവിടെ ഇല്ല. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഭാഷ, നമുക്കറിയാം, നമ്മൾ മലയാളം എന്ന് പറഞ്ഞൊരു ഭാഷയാണ് സംസാരിക്കുന്നത്. ഈ ഭാഷ ഉണ്ടാകാനുള്ള കാരണം ഈ വെസ്റ്റേൺ ഗട്ട്സ് മറ്റ് സൗത്ത് ഇന്ത്യൻ റീജിയനിൽ നിന്ന് നമ്മളെ ഐസൊലേറ്റ് ചെയ്ത് നിർത്തിയതുകൊണ്ടാണ്. അങ്ങനെ ഒരു പുതിയ ഭാഷ രൂപപ്പെടുകയാണ്. മറ്റ് ചുറ്റുമുള്ള ഭാഷയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്, പക്ഷേ എന്നാലും നമ്മൾ പതിയെ പതിയെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഭാഷയായിട്ട് രൂപപ്പെട്ടു. ഇനി നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ബിൽഡിങ്ങുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, പഴയ വീടുകളും ബിൽഡിങ്സും ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് കൂടുതലും വെട്ടുകല്ല് കൊണ്ടാണ്. വെട്ടുകല്ല് എങ്ങനെ ഉണ്ടായതാണ്? വെട്ടുകല്ല് ആക്ച്വലി ഭയങ്കര മഴയുള്ള, ഭയങ്കര ചൂടുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഒരു കല്ലാണ്. അതുപോലെ നമ്മൾ ഒരുപാട് വുഡ് ഉപയോഗിക്കാറുണ്ട്, കാരണം ഇവിടെ നമ്മൾ പറഞ്ഞു ഒരുപാട് കാടും മഴക്കാടുകളൊക്കെ ഉള്ള സ്ഥലമാണ്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചരിത്രത്തെയും ഇത് ബാധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നമുക്കറിയാം, നമുക്ക് ഒരു 10,000-3000 വർഷങ്ങളോളമായിട്ട് നമുക്ക് കുറച്ച് കച്ചവടക്കാരൊക്കെ വരുന്ന ഒരു പ്രദേശമാണ്. എസ്പെഷ്യലി നമുക്കറിയാം, അറേബ്യൻ പെനിൻസുല ആ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് കച്ചവടക്കാർ വരാറുണ്ട്. പണ്ട് ചൈനയിൽ നിന്നൊക്കെ വരാറുണ്ടായിരുന്നു. അപ്പം ഇവരൊക്കെ വരുന്നത് എന്തിനു വേണ്ടിയാണ്, എന്ത് തേടിയാണ് ഇവരൊക്കെ ഇങ്ങോട്ട് വന്നത്? ഇവരൊക്കെ വന്നത് മിക്കവരും വന്നത് നമ്മുടെ ഇവിടെയുള്ള സ്പൈസസ് അന്വേഷിച്ചിട്ടാണ്. അതായത് കുരുമുളകും ഏലവും അങ്ങനത്തെ സ്പൈസസ് അന്വേഷിച്ചാണ് വന്നത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകാനുള്ള കാരണം എഗെയിൻ വെസ്റ്റേൺ ഗട്ട്സ് തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ജാതി മത വ്യവസ്ഥകളെയൊക്കെ അത് ബാധിച്ചിട്ടുണ്ട്. കാരണം വെസ്റ്റ് ഏഷ്യയിൽ ഏതെങ്കിലും ഒരു പുതിയ മതം രൂപപ്പെടുമ്പോൾ അത് ഉടനെ തന്നെ കേരളത്തിലെത്തുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ പിന്നീട് യൂറോപ്യൻസ് വന്നു. അതിനുള്ള കാരണവും ഇത് തന്നെയാണ്. ഓക്കെ, സ്പൈസസ് അന്വേഷിച്ചാണ് പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും അതുപോലെ ബ്രിട്ടീഷുകാരൊക്കെ ഇവിടെ വന്നത്. ഓക്കെ, തുടക്കത്തിൽ കച്ചവടക്കാരായിട്ടും പിന്നീട് അവർ നമ്മളെ കീഴടക്കി ഒരു കോളനൈസേഴ്സ് ആയിട്ട് മാറുന്ന സിറ്റുവേഷൻ ഉണ്ടായി. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ അറിയാണ്ട് നമ്മുടെ ഭാഷയെയും സംസ്കാരത്തെയും ഭക്ഷണത്തെയും വസ്ത്രത്തെയും എല്ലാം രൂപപ്പെടുത്തിയത് ഈ ഒരു വെസ്റ്റേൺ ഗട്ട്സ് ആണ്. ഓക്കെ, ഇന്ന് നമ്മളത് ഓർക്കാറില്ലെങ്കിൽ പോലും നമ്മളാക്കി മാറ്റിയിരിക്കുന്നത് ഇവിടുത്തെ ജോഗ്രഫിയാണ്. ഇവിടുത്തെ ജോഗ്രഫിയുടെ ഏറ്റവും പ്രൊമിനൻ്റ് ആയ ഫീച്ചറായ നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് ആണ്.